നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിൽ ഇന്ന് തികച്ചും വ്യത്യസ്തനായൊരു അതിഥിയാണ് വരാൻ പോകുന്നത്. ക്യാൻസർ ചികിത്സാരംഗത്തെ മാന്ത്രിക സ്പർശം, ആതുര സേവനത്തിന് മാനവികതയുടെ അനന്തമായ പ്രതലം സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ VP ഗംഗാധരനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഗംഗാധരൻ ഡോക്ടറെ, JB ജംഗ്ഷനിൽ ഞങ്ങൾ സാധാരണ ഡോക്ടർമാരെ കൊണ്ടുവരാറില്ല അല്ലേ? ഇല്ല. പ്രത്യേകിച്ച് കാരണമല്ലോ ഉണ്ടോ? കൊണ്ടുവരേണ്ട ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. ക്രൈറ്റീരിയ എന്താണെന്നുള്ള ഡോക്ടർക്ക് അറിയാം. അതുകൊണ്ടാണ് ഗംഗാധരൻ ഡോക്ടറെ JB ജംഗ്ഷനിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത്. ശരി, ഞാൻ ദീർഘകാലമായിട്ട് താങ്കൾ ഈ പരിപാടിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഡോക്ടറുടെ ജീവിതം ഒരു സന്ദേശമായതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചത് ഡോക്ടർ ഈ ഷോയിൽ വരണമെന്ന്. ഗുഡ്, താങ്ക് യു. മറ്റ് ഡോക്ടർമാരെ അധികം വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കേണ്ട പല ഡോക്ടർമാരെയും ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഡോക്ടർക്ക് മനസ്സിലായോ? എന്തായിരിക്കാം ഞാൻ അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഒരുപക്ഷെ പല ഡോക്ടർമാരെയും ശരിക്കും മനസ്സിലാക്കി കാണാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പലരും അതുപോലെ അവരുടെ ആക്ടിവിറ്റിയുമായിട്ട് തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല റീസൺസും കാണാം. പക്ഷേ എന്നെക്കാളൊക്കെ വളരെ 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 നല്ല ഡോക്ടർമാർ, വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരും ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ധാരാളം പേരുണ്ട്. ഡോക്ടർ വേണമെങ്കിൽ ഒരു നയന്ത്രജ്ഞയ്ക്കും കൂടി വേണമെങ്കിൽ ഒരു അവാർഡിന് പാത്രമാകാം. അതല്ല ഞാനെപ്പോഴും അലക്കാറുണ്ട്. നമ്മളെ മാത്രമല്ല, അതിൻ്റെ അകത്ത് ആ പ്രൊഫഷനെ എത്തിക്സ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. ഗംഗാധരൻ ഡോക്ടറെ, അങ്ങനെയുള്ള ഡോക്ടർമാരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നു. അത് ശരിയാണ്. അതിന് തർക്കമില്ലല്ലോ? അത് തർക്കമില്ല. ആ കുറഞ്ഞു വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ VP ഗംഗാധരൻ എന്നുള്ള വ്യക്തിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. പക്ഷേ ആ കുറഞ്ഞു വരുന്നതിൻ്റെ മറുവശം കൂടി നമ്മളിത് ആലോചിക്കണം. എന്തുകൊണ്ട് കുറഞ്ഞു വരുന്നു ആലോചിച്ചാൽ, ഡോക്ടർ ഒരു സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷനിൽ പെടുന്ന ആളാണ് അല്ലേ? ഡോക്ടർ സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ആ സമൂഹത്തിൽ വരുന്ന ആ വ്യത്യാസം തീർച്ചയായും ഡോക്ടറിലും വരും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, എന്നെക്കാളും ഒരു ജനറേഷൻ മുമ്പിലത്തെ ഡോക്ടർമാരെ എടുക്കുകയാണെങ്കിൽ ആ ഡോക്ടർമാർ അതിനേക്കാളും കൂടുതൽ പ്രിൻസിപ്പിൾസും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. സമൂഹം എന്നതുപോലെയായിരുന്നു. ഇന്ന് സമൂഹം മാറിയപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനായിട്ട് വരുന്നൊരു ഡോക്ടർ ആ ക്രോസ് സെക്ഷനിൽ ജീവിക്കുമ്പം ഡോക്ടർക്ക് വരുന്ന ആ വ്യത്യാസം തന്നെ ഞാൻ പറയാറുണ്ട്. അത് വരാൻ പാടില്ല. ഞാൻ ഡോക്ടർ പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവേ നമ്മുടെ സമൂഹത്തിൽ മൂല്യശോഷണം നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മേഖലയും അത് ബാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അത് ആതുര സേവന രംഗത്തെയും ബാധിച്ചിരിക്കുന്നു. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന നിലയിൽ വളരെ കറക്റ്റാണ്. ശരി. പക്ഷേ ഈ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ഡിപ്ലേഷൻ വളരെ ഭീകരമായി അനുഭവപ്പെടുന്നൊരു മേഖല ഈ ആതുര സേവന രംഗമാണെന്നുള്ളതാണ് പ്രധാനം. അത് കാരണം നേരിട്ട് മനുഷ്യനായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഡയറക്റ്റ് റിയാക്ഷനാണ്. മറ്റു പല ഡയറക്റ്റ് റിയാക്ഷൻ ആയിക്കോളം നിർബന്ധമില്ല. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് ഇറ്റ് ബി എവിഡൻറ്റ്. പെട്ടെന്ന് വെളിച്ചത്ത് വരുന്ന സാധനമാണ്. അതുകൊണ്ട് പക്ഷേ ചെയ്യുന്ന ഉദ്ദേശം ഞാൻ പറയുന്നതാണ്. ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ ചാലഞ്ച്. സമൂഹത്തിൽ എന്തൊക്കെ വ്യത്യാസം വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രിൻസിപ്പിൾസും നമ്മൾ ഉദ്ദേശിക്കുന്ന എത്തിക്സും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഡോക്ടറുടെ ഏറ്റവും വലിയ ചാലഞ്ച്. 40-50 ലക്ഷം രൂപ കൊടുത്ത് തരപ്പെടുത്തുന്ന ഒരു അഡ്മിഷൻ പിന്നീട് ഡോക്ടറായി ഇറങ്ങിക്കഴിയുമ്പോൾ ആ പണത്തിൻ്റെ ഒരു സ്വാധീനം പിന്നീടുള്ള എല്ലാ പ്രവർത്തന മേഖലയിലും പ്രതിഫലിക്കില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് തുടങ്ങിയത്. അത് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വന്ന ഒരു വ്യത്യാസം പറഞ്ഞാൽ അതുകൊണ്ടാണ്. പണ്ട് ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ലെവലിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൽ ഇപ്പം അങ്ങനെയല്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടാകാൻ കാരണം നമ്മുടെ എൻട്രൻസ് എക്സാമാണ്. ഈ എൻട്രൻസ് സിസ്റ്റമാണ്. കാരണം എൻട്രൻസ് എക്സാമിന് ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മൾ എഴുതണമെങ്കിൽ ഇവരോട് ചോദിച്ചറിയാം. എൻട്രൻസ് എക്സാം എഴുതണമെങ്കിൽ ഒരു സാധാരണ വീട്ടിൽ നിന്ന് പഠിച്ച് പോയിരുന്ന ഒരാൾക്ക് എൻട്രൻസ് കിട്ടില്ല.
വിരലെണ്ണാന്ന് 2 പേര് ചിലപ്പോൾ ക്വാളിഫൈ ആയിരിക്കാം. ബാക്കിയൊക്കെ ഒരു സ്ട്രീമിൽ കൂടെ പോയേ പറ്റുള്ളൂ. ആ സ്ട്രീമിൽ പോകണമെന്നുണ്ടെങ്കിൽ വരുന്ന ചിലവ് തന്നെ കൂടുതലായി. എൻട്രൻസ് ഇതിനെക്കുറിച്ച് മാത്രം ആലോചിക്കേണ്ട, നമ്മുടെ ഡൊണേഷനെ കുറിച്ച് മാത്രം ആലോചിക്കേണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ക്രോസ് സെക്ഷൻ വരുന്നത്, ക്രോസ് സെക്ഷനിൽ ഒരു എലൈറ്റഡ് ഗ്രൂപ്പ് മാത്രമേ ക്രോസ് സെക്ഷനിൽ കൂടെ വരുന്നുള്ളൂ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാം മാർക്സാണ്. അന്ന് നമുക്ക് പ്രീ ഡിഗ്രിക്ക് കിട്ടുന്ന മാർക്ക് അല്ലെങ്കിൽ ബി എസ് സി കിട്ടുന്ന മാർക്കാണ്, ക്വാളിഫയിങ് എക്സാമിലെ മാർക്കാണ്. അത് അവിടെ പഠിക്കുന്ന ഒരാൾക്ക് ആ മാർക്ക് കിട്ടും. അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കാണാം എല്ലാ സെക്ഷനിലുമുള്ള ആൾക്കാരെ കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോൾ കൺസെപ്റ്റ്സൊക്കെ മാറിക്കണം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാണുന്നത് വേറെ ഗ്രൂപ്പാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞതിൻ്റെ അകത്ത്. ഡോക്ടർ വളരെ പ്രസക്തമായ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ ആതുര സേവന രംഗത്തേക്ക് വരേണ്ടതിൻ്റെ യോഗ്യത സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം. 2, സ്വകാര്യവൽക്കരണം, വാണിജ്യവൽക്കരണം. ഈ 2 കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇന്നീ രംഗത്തെ കാർന്ന് തിന്നുന്നത്. അപ്പം ഡോക്ടറൊക്കെ അവിടെ വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വാണിജ്യവൽക്കരണത്തിൻ്റെ ഇടയിലും ആതുര സേവനത്തിൻ്റെ ഒരു പ്രസക്തി, അതിനൊരു ദീപ്തി ഉയർത്തിപ്പിടിക്കുന്നു. അതുപോലെ മാനവികതയുടെ ഒരു തലം ഈ ഒരു രംഗത്ത്. അത് എന്താ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ നമ്മളത് അനുഭവിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഈ പറഞ്ഞ ആ എത്തിക്സ്, നമ്മളെ പേഷ്യൻ്റ് രോഗികളുമായിട്ടുള്ള നമ്മളെ ബന്ധം എന്ന് പറയില്ലേ, അത് ഒരിക്കൽ നമ്മൾ ആസ്വദിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറുവശത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കില്ല. പലപ്പോഴും പറ്റുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോരോ കോളേജിലും റോൾ മോഡൽസ് ഇല്ല, അവർക്ക് ഫോളോ ചെയ്യാൻ റോൾ മോഡൽസ് ഇല്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് റോൾ മോഡൽസ്, അവരൊക്കെ ദേ ഓൾ ഷോഡ് us എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഡോക്ടറായി ജീവിക്കണം എന്ന് കാണിക്കാൻ പ്രാപ്തിയുള്ള ശക്തിയുള്ള ഡോക്ടർമാരുണ്ടായിരുന്നു. ഇന്ന് ദേ ലാക്ക് ദാറ്റ്. ഈ പിള്ളേരൊക്കെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇവരെ കൊണ്ടുവന്ന് നിർത്തിച്ചാൽ ഇവരിൽ 1-2 പേരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവർ രക്ഷപ്പെടും. ഇവരെ സ്ട്രോങ് ആയിട്ട് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാനൊന്നുമില്ല. രക്ഷപ്പെടാനുള്ളതൊന്നുമില്ല. എന്നുവെച്ചാൽ നിങ്ങളെ എടുത്തിരിക്കുന്ന പ്രൊഫഷൻ നമുക്ക് ഏറ്റവും നല്ല പ്രൊഫഷനാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും നമുക്ക് സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും വേറെ ഒരു പ്രൊഫഷനും കിട്ടില്ല. ഞാൻ എപ്പോഴും പറയാം, ടീച്ചേഴ്സിന് കിട്ടും, ഒരു പരിധി വരെ ടീച്ചേഴ്സിന് കിട്ടും, ഡോക്ടേഴ്സിന് കിട്ടും. അപ്പോൾ നമ്മളെ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്, അല്ലാതെ നമ്മുടെ പൊസിഷൻ കൊണ്ടല്ല. അങ്ങനെ ഡോക്ടർ ഒരു കാര്യം, ഡോക്ടർ നേരിടെ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെയുള്ള എത്തിക്സിൽ താങ്കൾ അഡിക്റ്റഡ് ആയിപ്പോയി. അതാണല്ലോ താങ്കൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതായത് ഇങ്ങനെയുള്ള ഒരു നൈതികത താങ്കളുടെ ജീവിതത്തെ വന്നങ്ങോട്ട് വരിഞ്ഞ് മുറുക്കി. അതുകൊണ്ട് തന്നെ മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചോ സൗഭാഗ്യങ്ങളെക്കുറിച്ചോ താങ്കൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഈ രോഗികളുമായിട്ടുള്ള ആ സ്നേഹം കിട്ടിക്കഴിയുമ്പോഴാണ് ആത്മബന്ധം അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് സന്തോഷത്തിൻ്റെ നിദാനം എന്താണ്? അതെ, സന്തോഷം എന്നുള്ളത് ധാരാളിത്തമാണോ, ആഡംബരമാണോ, അതെയോ സ്നേഹമാണോ? അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഒരാൾ വരട്ടെ. ഞങ്ങളുടെ മനസ്സിലൊക്കെ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഭയങ്കര സീരിയസ് കഥാപാത്രങ്ങൾ, വളരെ ആൾക്കാരോട്ട് അധികം സംസാരിക്കുന്നതിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേക ശൈലിയാണ്. പക്ഷെ ഞാൻ കണ്ടൊരു ക്വാളിറ്റി, ഈ രോഗികളുമായിട്ട് എപ്പോഴും ചിരിച്ച് കളിച്ച്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുമായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു പ്രകൃതമാണ്. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത്ര തിരക്കിലും ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണ്? എന്തൊരു മാജിക് എന്താണ്? മാജിക് ചോദിച്ചേ പറ്റുള്ളൂ. മാജിക് എന്ന് പറഞ്ഞാൽ 2 ഭാഗമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, നമ്മൾ കുട്ടികളെ കാണുമ്പോൾ അവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ തന്നെ കുറയും. അത് ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ തന്നെ ആണെങ്കിലും ഇവർ നമ്മളെ മടി കയറിയിരുന്ന് സംസാരിച്ചു, അതിൻ്റെ സുഖം നമുക്ക് കിട്ടുന്ന ഒന്ന് വേറെയാണ്. അപ്പോൾ താങ്കളുടെ ഒരു സ്ഥാപിത താല്പര്യമാണ്. എൻ്റെ സ്ഥാപിത താല്പര്യമാണ്, ഒരു ഭാഗികമായിട്ട് സ്ഥാപിത താല്പര്യമാണ്. മറ്റൊന്ന് നമ്മൾ കുട്ടികളെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച ലൈനിൽ കൂടെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരിക്കലും അവരോട് നമ്മൾ ഹാർഷായിട്ട് പെരുമാറിയ ഒരു കുട്ടി സമ്മതിക്കില്ല. അവർ അടമൻ്റായിരിക്കും, വേണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ അവരോട് പോയി അവരുടെ കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നാൽ എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ടെസ്റ്റ് ചെയ്യാനോ എന്ത് മരുന്ന് കൊടുക്കാനോ ഒന്നും അവരൊരിക്കലും വിമുഖത കാണിക്കില്ല. പലപ്പോഴും അച്ഛനമാരെന്ന് ഓടിയോ നമ്മളോട് പറയും, ഡോക്ടർ എന്ന് പറഞ്ഞ സമ്മതിക്കും. അത് നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ്. അതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവരെ എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കുട്ടികളുടെ കൂടെ സമയം കളയാൻ നമുക്ക് അതിനെപ്പറ്റി വേറെ സന്തോഷമായിട്ടുള്ള മരുന്നിനേക്കാൾ പ്രധാനം സ്നേഹമാണ്.
സ്നേഹം ചാലിച്ചേ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള ഡോക്ടർമാർ പലരും അങ്ങനെ ഒരു സാധനം ഇല്ല. അതിന് നമ്മുടെ ഒരു പരിധിവരെ നമ്മുടെ പ്രൊഫഷൻ തന്നെ പ്രശ്നം. നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ നമ്മളെ രോഗിയുമായിട്ട് ആ ഒരു സൈക്കോളജിക്കൽ കണക്ഷൻ വരാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു മെക്കാനിക്കൽ വേ ഓഫ് ഡീലിംഗ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് മുഴുവൻ പോകുന്നത്. അതെൻ്റെ ഒരു മേജർ പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുണ്ട്, പേഷ്യൻ്റായിട്ട് നമുക്ക് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിന് ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. രോഗിയുടെ അടുത്ത് കൂടെ പോയിരുന്ന് രോഗിയുടെ തോളത്ത് കൈയിട്ട് സംസാരിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അത് അല്ലെങ്കിൽ പേര് പറഞ്ഞ് വിളിച്ച് രോഗിയോട് സംസാരിക്കാൻ സാധിക്കണം, അതിൻ്റെയൊക്കെ വ്യത്യാസം വളരെ വ്യത്യാസം. പണ്ടെല്ലാവരും അത് ചെയ്തിരുന്നത്. ഡോക്ടർ എന്താ ഈ ട്രാക്കിലേക്ക് വന്നത്? ഒരു പക്ഷേ ആൾക്കാർക്ക് അത് അറിയാൻ താല്പര്യം ഉണ്ടാവും. ട്രാക്കിലേക്ക് താങ്കളൊരു സാധാരണ ഡോക്ടർ ആയിരുന്നിരിക്കാം ഒരു ഘട്ടത്തിൽ. ഏതെങ്കിലും ഒരു ഫിലോസഫിയിലൊക്കെ പറഞ്ഞൊരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് ഇല്ല. അങ്ങനെ നമുക്ക് വന്ന ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് ഞാനൊരു ചേഞ്ച് ഒന്നും അല്ല. ഇത് നാച്ചുറലി നമ്മളെ പല സമയത്തും പല രോഗികളും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിനാണ് ഞാൻ പറയാം. ചില നിമിത്തങ്ങളും സംഭവങ്ങളും ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാവും അല്ലേ? അങ്ങനെ ചില 1-2 മുഹൂർത്തങ്ങൾ താങ്കളെ ഒരുപക്ഷെ താങ്കളുടെ അകക്കണ്ണ് തുറക്കും. ഞാൻ ഒരുപക്ഷെ ഈ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് വന്നത് ഞാൻ പറയും ബൈ മിസ്റ്റേക്ക്. ഞാൻ വരാൻ ഉദ്ദേശിച്ച പ്രൊഫഷനല്ല ഒരിക്കലും. ബിസിനസ്സുകാരനാകേണ്ടതാണ്. ബിസിനസ് അല്ല. ഞാൻ പലപ്പോഴും എല്ലാവരും ഞാൻ പറയാറുണ്ട്, ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം ട്രെയിനാണ്. ഞാൻ ട്രെയിനിലെ ഗാർഡ് ആവണം എന്നുള്ളതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഭയങ്കര ആഗ്രഹം. ട്രെയിൻ ഗാർഡ്. അതെ. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ഹോബി, ഇപ്പം പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ എൻ്റെ ഒരു മെയിൻ ഹോബി റെയിൽവേ ഗൈഡ് വായിക്കുക. അത് പലർക്കും രസമായിട്ട് തോന്നും. എനിക്ക് അങ്ങനെ റെയിൽവേ ഗൈഡ് വായിക്കുന്ന ഒരു വ്യക്തിയെ കൂടെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് താങ്കളുടെ ഏറ്റവും വലിയ മാതൃക. അപ്പം എനിക്ക് അന്ന് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ റൂട്ടിലും പോകുന്ന എല്ലാ ട്രെയിൻസും സ്റ്റോപ്പ്, അതിൻ്റെ ടൈമിങ്. അപ്പോൾ എൻ്റെ ഒരു ഹോബിനകത്ത് ഏത് ട്രെയിനാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളത്, അതൊക്കെ അങ്ങനെ ഒരു വിചിത്രമായിട്ടൊരു ഇത് തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം അതായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് അന്ന് ഇതുപോലെ നമുക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഡോക്ടർ ആവണം, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ IAS ഗാർഡായിട്ട് ഇങ്ങനെ ഈ കൊടി ഇങ്ങനെ വീശുക എന്നുള്ളതായിരുന്നു താങ്കളുടെ ഒരു ആഗ്രഹം. നമ്മുടെ ആഗ്രഹം അവിടുന്ന് വളരെ അസാധാരണമായ ഒരു ആഗ്രഹമാണ്. സാധാരണ കുട്ടികൾക്ക് പോലീസാകണം, അല്ലെങ്കിൽ അധ്യാപകനാകണം, ഡോക്ടറാകണം എന്നൊക്കെയാണ്. മറ്റേത് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. പൈലറ്റാകണം, എയർ ഹോസ്റ്റസ് ആകണം എന്നൊക്കെ പറയുന്ന പോലെ തീവണ്ടിയുടെ. താങ്കളുടെ പിതാവിന് താങ്കളുടെ ഒരു ബിസിനസ്സുകാരനാകണമെന്നായിരുന്നു. അതെന്താ വെച്ചാൽ പിതാവ് ബിസിനസ്സിലായിരുന്നു. പിന്നെ അന്ന് എൻ്റെ മൂത്ത ചേട്ടൻ എഞ്ചിനീയറായിരുന്നു. മൂത്ത ചേട്ടൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ കൂടെ പോയി. 2ാമത്തെ ചേട്ടൻ ഡോക്ടറായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും 2 പ്രൊഫഷനിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണ ഇതിൽ അച്ഛൻ പറഞ്ഞു ഒരു വീട്ടിൽ അന്ന് 2 ഡോക്ടറുടെ ആവശ്യമില്ലെന്നുള്ളതാണ് നമ്മുടെ പഴയ കൺസെപ്റ്റൊക്കെ. അപ്പോൾ അന്ന് പറഞ്ഞു 2 പേര് എന്തായാലും 2 പ്രൊഫഷണൽ ലൈൻ എടുത്തു, എന്തുകൊണ്ട് നിനക്ക് ബിസിനസ്സിലേക്ക് വന്നുകൂടാ എന്നുള്ള ആ ചിന്താഗതിയായിരുന്നു. പക്ഷേ അച്ഛൻ വേണ്ടാന്ന് പറയല്ലേ, പക്ഷേ അച്ഛൻ പറഞ്ഞു ഒരാളുടെ നമുക്ക് ബിസിനസ് നോക്കാൻ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് അച്ഛനെ പറയാൻ കാരണം. പക്ഷെ അമ്മ നേരെ തിരിഞ്ഞു. അമ്മയ്ക്ക് വേറെ കാര്യം ഉണ്ടായിരുന്നു. വെച്ചാൽ അമ്മയുടെ അജണ്ട ഉണ്ടായിരുന്നു. അമ്മയുടെ ചേട്ടൻ ഡോക്ടറായിരുന്നു. ഡോക്ടർ ഗംഗാധരനായിരുന്നു. അദ്ദേഹം വളരെ നേരത്തെ മരിച്ചുപോയി. അതിനുശേഷം ഞാൻ ജനിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് ആ പേര് കിട്ടുന്നത്. അമ്മാവൻ്റെ പേരാണ് താങ്കൾ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഞാൻ ഡോക്ടറായ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ താങ്കൾ അമ്മയുടെ ആഗ്രഹത്തിനാണ് താങ്കൾ വഴങ്ങിയത്. അമ്മയുടെ ആഗ്രഹത്തിന് അന്ന് അച്ഛൻ തരുന്നൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഡൊണേഷൻ കൂടി ചേരുന്നതല്ല, നമുക്ക് സീറ്റ് കിട്ടുന്നതാണ്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്ലൈ സീറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഞാൻ പോവുകയും ചെയ്തു. എൻ്റെ മൂത്ത ചേട്ടൻ ജോലിയൊക്കെ നിർത്തി തിരിച്ച് വന്ന് ബിസിനസ് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ ഞാനും കുറച്ച് കാലം കൊണ്ട് ഞാനും പഠിച്ചു. ഞാൻ വെക്കേഷൻ അച്ഛൻ്റെ ബിസിനസ് ബനിയൻ കമ്പനിയിൽ ഞാനൊരു 3-4 മാസം പോയിരുന്നു. അപ്പോൾ അച്ഛൻ മനസ്സിലായി കാണും ഞാൻ ഇതിന് പറ്റിയ കക്ഷിയല്ല, മനസ്സിലായി കാണും. തീർച്ചയായും പൊട്ടിച്ചേനെ. എന്നുവെച്ചാൽ നമുക്ക് പറ്റിയ മേഖലയായിട്ട് തോന്നിയല്ല. അച്ഛൻ്റെ ബനിയനും കൂടി ഊരി കളതേരും, അതായിരിക്കും സ്ഥിതി. ബനിയൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി താങ്കളോട് സംസാരിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് അദ്ദേഹവുമായി ഇടപഴകിയിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഈശ്വരാംശമുള്ള ഒരു വ്യക്തിയാണ് ഗംഗാധരൻ. എൻ്റെ സ്വർഗസ്ഥ പത്നി ക്യാൻസർ ബാധിതയായി കഴിയുന്ന കാലത്ത് പറയുമായിരുന്നു, ഡോക്ടർ ഗംഗാധരനുമായി 15 മിനിറ്റ് സംസാരിച്ചാൽ എല്ലാ അസുഖവും മാറി എന്ന് തോന്നും എന്ന്. എന്താണ് ഗംഗാധരനെ വേർതിരിച്ച് നിർത്തുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം വളരെ വ്യക്തമാണ്. രോഗികളെ ശുശ്രൂഷിക്കുക മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി വന്നാൽ കയ്യിൽ നിന്ന് സ്വന്തം ചെലവിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. തിരുവനന്തപുരത്ത് RCCയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗംഗാധരൻ കേരളത്തിലെ ഈ തലമുറയുടെ സുഹൃതമാണ് എന്ന് പറയാൻ രണ്ടു വട്ടം ആലോചിക്കേണ്ടതില്ല. ബാബു പോൾ സാർ, സുഹൃത്ത് എന്നൊക്കെയുള്ള പേരിലൊരു സിനിമ തന്നെയാണ് നമ്മൾക്കുണ്ട്. അതും ഏറെക്കുറെ ഇതുമായൊക്കെ ബന്ധപ്പെട്ടൊരു സംഭവം കൂടിയാണ്. നമ്മുടെ മമ്മൂട്ടി ചെയ്ത ചിത്രമാണ്. അതെ, ബാബു പോൾ സാറിനെ പോലൊരാൾ താങ്കളുടെ പ്രസക്തിയിലാണ് അടിവരയിട്ടത്. അതൊരു പക്ഷേ താങ്കളുടെ നന്മയെ കൂടി. ബാബു പോൾ സാറിൻ്റെ മഹത്വം അല്ലാതെ പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ വളരെ ആരാധനയോടെ കാണുന്നൊരു വ്യക്തിയാണ് ബാബു പോൾ സാറ്. ബാബു പോൾ സാറിൻ്റെ ഭാര്യയും ആ സമയത്ത് ചികിത്സയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് രോഗി ഡോക്ടറുള്ള ബന്ധമല്ല ശരിക്കും അത് വരുന്നത്. രോഗി ശരിയാണ്, അദ്ദേഹം ആ ഒരു സമയത്ത് നമ്മുടെ രോഗിയായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ പലരും നമ്മളെക്കാളൊക്കെ വളരെ 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 ഉയർന്ന ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അത് പൈസയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല. അപ്പോൾ അവരെ നമ്മൾ ഒരു രോഗിയായിട്ടല്ല ഞാൻ കാണാറ് പലപ്പോഴും. രോഗിയല്ല, ശരിക്കും അവർ ആ സമയത്ത് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്നതിനപ്പുറം വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ നമ്മൾ സാധനം സംസാരിക്കുന്നത് വളരെ അടുത്ത് തന്നെയാണ്. അതിൽ രോഗിയായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടൊന്നും ആയിരിക്കില്ല പലപ്പോഴും. അതിൻ്റെ സുഖമൊന്നും വേറെ. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മൾ ആ സ്ഥലത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ OPയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് OP അല്ല ശരിക്കും പറയുന്നത്. നമ്മൾ കുറേ ആൾക്കാർ വന്ന് നമ്മൾ സംസാരിച്ചിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, അത് നമുക്ക് സാധിക്കുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നു എന്നുള്ള ആ ചിന്താഗതിയിലേക്ക് വരും നമ്മൾ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഞാനൊരു വീട്ടിൽ നടുക്കിരുന്ന് ഞാൻ മറ്റുള്ളവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് OPയുടെ സമയം നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. ഡ്രോയിങ് റൂമിലാണ് താങ്കൾ ഇരിക്കുന്നത്. ഡോക്ടറുടെ ഒരു പ്രസക്തി ഞാനിപ്പോൾ നേരത്തെ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ക്യാൻസർ എന്നുള്ള രോഗത്തെക്കുറിച്ച് മലയാളി സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന രൂപം താങ്കളുടെയാണ്. അപ്പോൾ അത് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ അതിനൊരു മറുവശമുണ്ട്. മറുവശം ഇതിൻ്റെ അപ്പുറമാണ്. മറുവശം പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിൽ ഇതുപോലെ എന്നെ സദസ്സിന് ഒരു കോളേജാണ്, അവരുടെ വൈസ് പ്രിൻസിപ്പൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ക്യാൻസറിൻ്റെ മറ്റൊരു പര്യായമാണ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറെ ഒരിക്കൽ ഒരു അവസ്ഥയിൽ പറഞ്ഞത് ഈ ലോകത്ത് നിന്ന് മറ്റു ലോകത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന രോഗികളെ സഹായിക്കുന്ന ഡോക്ടറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പറഞ്ഞു പല രൂപത്തിൽ ഈ സ്നേഹപ്പാരകൾ വരുന്നു. അപ്പം അങ്ങനെ വിചാരിക്കരുത്. പക്ഷെ താങ്കൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ അതിൽ 2 പേർ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് പറയുന്നു. മടങ്ങി വരും. അപ്പോൾ ഒരുപക്ഷെ ക്യാൻസർ രോഗിക്ക് മരണത്തിലേക്ക് പോകാതെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു പാലമാണ് താങ്കൾ. ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, ആ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി ഞാൻ എപ്പോഴും എങ്ങനെയാണ് പ്രകാശിപ്പിക്കാറെന്ന് വെച്ചാൽ ഇവരൊക്കെ കേൾക്കണം. ഓങ്കോളജിസ്റ്റ് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പറേ രോഗം മറുവശത്ത് ജീവിതം, അങ്ങോട്ട് കടക്കണം. ചെറിയ പാലമേ ഉള്ളൂ കിടക്കാനായിട്ട്. ആ പാലത്തിൽ കൂടെ കൊണ്ടുപോകുന്നത് ഡോക്ടറാണ്. കൈയില്ല, തോളത്തിരുത്തി കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ വളരെ നാരോ ബ്രിഡ്ജ്. ശരിക്കും പറയുന്നത് ഡോക്ടർക്ക് തന്നെ കടന്നു പോകാൻ ബുദ്ധിമുട്ടി പോകേണ്ട ഒരു പാലത്തിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ തോളത്തൊരു രോഗിയും കൊണ്ട് പോവുകയാണ്. 2 വശത്തും വെള്ളമാണ്. ഒരു വശത്ത് അസുഖം, വീണാൽ പ്രശ്നം, മറുവശത്ത് ചികിത്സയുടെ പാർശ്വഫലങ്ങൾ. അവിടെ വീണാലും രോഗിക്ക് അപകടം സംഭവിക്കും. അപ്പോൾ ഈ നൂൽപ്പാലത്തിലൂടെ ഒരു രോഗിയെ ഓരോ രോഗിയെയും നമ്മൾ അപ്പുറം കൊണ്ട് വിട്ടിട്ട് തിരിച്ച് ഡോക്ടർ വരികയാണ്, തിരിച്ചു വന്ന് വേറെ രോഗിയെ തോളത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഡോക്ടർ ഒരു ഓങ്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് പറയും. അതാണ് അതിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡബിൾ എഡ്ജ്ഡ് വെപ്പൺ എന്ന് പറയാൻ കാരണം. ഒരു വശത്തെ അസുഖം, മറുവശത്തെ ചികിത്സയുടെ പ്രശ്നങ്ങൾ. ഇത് രണ്ടും അതിജീവിപ്പിച്ചുകൊണ്ട് നമ്മുടെ രോഗിയെ കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ. അതാണ് ഒരു ഓങ്കോളജിസ്റ്റ്. അതുകൊണ്ട് ഇവരുടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ചലഞ്ചിങ് ജോബ് വേണമെന്നുണ്ടെങ്കിൽ ഓങ്കോളജിസ്റ്റ് ആവാൻ പറയും. ഇറ്റ്സ് എ ചലഞ്ചിങ് ജോബ്. ഇതൊക്കെ ഇവിടെയൊക്കെ താങ്കളുടെ ജീവിതത്തിൽ ആകസ്മികത കടന്നു വരുന്നുണ്ട്. താങ്കൾ ഒരു മെഡിസിനിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട ഒരാൾ
റേഡിയോ തെറാപ്പിയിലേക്ക് തിരിഞ്ഞ് അങ്ങനെ ആ വഴിക്ക് വഴിതെറ്റി. പക്ഷെ വഴിതെറ്റി വരുന്നത് എപ്പോഴും എനിക്കൊന്ന് അവരൊക്കെയാണ് എനിക്ക് വലിയ വലിയ ആൾക്കാർ. ഞാൻ വലിയ ആളായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, വഴിതെറ്റി വരുന്നവർക്ക് എപ്പോഴും ഒരു അവസാനം വന്നെത്തുമ്പം ഒരു വ്യക്തമായ കുറച്ച് വഴിതെറ്റി നടക്കണം ജീവിതത്തിൽ, അല്ലേ? വ്യക്തമായി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ക്യാൻസർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ, ആ സംജ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചിത്രങ്ങളുണ്ട്. അതിൽ താങ്കളുടെ ചിത്രം തെളിഞ്ഞു വരാൻ കാരണം ഒരുപക്ഷെ ഈ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവധൂതനായിട്ട് താങ്കളെ ആൾക്കാർ വിഭാവന ചെയ്യും. ഗംഗാരൻ ഡോക്ടറെ കാണണം, ആദ്യം ആൾക്കാർ വേണമെങ്കിൽ പ്രതികരിക്കാവും. ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാൾ പറയുന്നത് ഗംഗാരൻ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അത് താങ്കളെപ്പോലുള്ള ഒരു ഡോക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതെ, അത് സന്തോഷമുണ്ട്. പക്ഷെ അവരൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറയാറുണ്ട്, അതായത് ഞാൻ പഠിച്ച ഒരു ശാസ്ത്രം വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നു എന്നതിനപ്പുറം അമാനുഷികമായൊരു കഴിവുമുണ്ടായിട്ടല്ല ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. പക്ഷെ അത് കഴിയുന്നതും എനിക്ക് ചെയ്തു കൊടുക്കാനുള്ള ശ്രമം ഞാൻ നടത്താറുണ്ട്. അത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെ നമുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, നമുക്ക് പല പരാജയങ്ങളും സംഭവിക്കാറുണ്ട്. പരാജയം സംഭവിക്കുന്നത് തന്നെയാണ് വരുന്നത്. ഞാൻ പഠിച്ചൊരു ശാസ്ത്രം വേണ്ട വിധത്തിൽ പ്രയോഗിക്കുന്നതിനപ്പുറം ഒരു അമാനുഷിക ശക്തിയുള്ളൊരു വ്യക്തിയല്ല ഞാൻ എന്ന് തിരിച്ചറിഞ്ഞതാണ്. അത് തന്നെയാണ് ഡോക്ടറുടെ ഏറ്റവും വലിയ ആവശ്യം. താങ്കളെ ഓരോ രോഗിയും ഓരോ പാഠം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ രോഗിയെ കാണുമ്പോൾ പുതിയ ധാരാളം കാര്യങ്ങൾ രോഗികളിൽ നിന്ന് പഠിക്കാനുണ്ട്. താങ്കളുടെ ചില അബദ്ധധാരണകൾ ഓരോ രോഗിയെ കാണുമ്പോൾ മാറിക്കിട്ടുന്നുണ്ട്. ഉണ്ട്. അങ്ങനെ മനസ്സിൽ പെട്ടെന്ന് വരാവുന്ന ഇന്നൊരു രോഗി എൻ്റെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണയെ തിരുത്തിക്കുറിച്ചു എന്ന് പറയാവുന്ന എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ട്? തീർച്ചയായും ഉണ്ട്. ഞാൻ തമാശയായിട്ട് തന്നെ സംഭവിച്ച കാര്യമാണ്. ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ എല്ലാം നന്നായിട്ട് രോഗിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് വിചാരിക്കാറുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ രോഗിയുമായിട്ട് എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ OP എല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ രാത്രി നമ്മൾ സാധാരണ ചില പേഷ്യൻറ്റ് കാണാൻ പോയി, പ്രോബ്ലം ഉള്ള പേഷ്യൻറ്റിനെ കാണാൻ പോകും. കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മുറിക്കകത്ത് മുറി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് രോഗിയുടെ കൂടെയുള്ള ഒരു സ്ത്രീയും, അത് രോഗിയുടെ റിലേഷനല്ല, കൂടെ നിർത്താൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങുകയാണ്. തട്ടി വിളിച്ചു. അപ്പോൾ അന്ന് കീമോതെറാപ്പി എടുത്തൊരു സ്ത്രീയാണ്. ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്, ഒരു 70 കടന്നൊരു സ്ത്രീ, ഒറ്റ മകനേ ഉള്ളൂ. മകൻ വിദേശത്താണ്. പേരൊക്കെ ഓർമ്മയുണ്ടോ? പേരൊക്കെ ഓർക്കുന്നുണ്ട്. ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ തട്ടി വിളിച്ച് ഉറങ്ങി കഴിഞ്ഞാൽ രണ്ടുപേരും എഴുന്നേറ്റു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇനി ആഹാരം കഴിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ചു. അതല്ല, കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ അന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇല്ല കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ കൂടെ നിന്ന് സ്ത്രീ ചോദിച്ചു, എനിക്കും കഴിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു അതെന്തായിരുന്നു ചോദിച്ചു. അല്ല, ഞങ്ങൾ വിചാരിച്ചത് കൂടെ നിൽക്കുന്ന സ്ത്രീക്കും കഴിക്കാൻ പാടില്ല, രോഗിയും കഴിക്കാൻ പാടില്ല, പിറ്റേ ദിവസം രാവിലെ വരെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്നും പോരാ, ഇതല്ല അതായത് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ശരിക്കും മനസ്സിലാക്കുക. കമ്മ്യൂണിക്കേഷൻ ഞാൻ രാത്രി കണ്ടതുകൊണ്ട് ഇവർ രണ്ടുപേരും അന്ന് എഴുന്നേറ്റ് കഴിക്കണം, ഇല്ലെങ്കിൽ നാളെ അടുത്ത ദിവസം രാവിലെ വരെ രണ്ടുപേരും ഒന്നും കഴിക്കാതിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ശരിയാണ്, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന പല മേഖലകളും ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് ഓരോ ദിവസം ഇവർ പഠിപ്പിക്കും. വേറെ ഉദാഹരണം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇവരൊക്കെ അത് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ഡോക്ടേഴ്സിന് സ്വഭാവമുണ്ട്, അതായത് ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ് എടുത്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഒരു ഗ്രൂപ്പ് റൗണ്ട്സ് ആണെങ്കിൽ രോഗി കട്ടിൽ കിടക്കുന്നുണ്ടാവും. രോഗിയുടെ ചിലപ്പോൾ നമ്മൾ നാക്ക് നീട്ടാൻ പറയും, നാക്ക് നീട്ടും. പക്ഷേ നാക്ക് നീട്ടി കഴിഞ്ഞാൽ പിന്നെ നാക്ക് തിരിച്ച് അകത്തേക്ക് വെക്കാൻ നമ്മൾ പറയുന്നത് നമ്മൾ അതൊക്കെ സംസാരിക്കും. രോഗി നാക്ക് നീട്ടിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഒരു അന്നൊരു 16 വയസ്സുകാരിയാണ്, ഇന്ന് ഷി വിൽ ബി മച്ച് മോർ ഹയർ. കിടന്ന് ഞങ്ങളുടെ റൗണ്ട്സൊക്കെ കഴിഞ്ഞപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ രോഗിയോട് കിടക്കാൻ പറഞ്ഞ് ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തലേ ദിവസം കണ്ട സിനിമയും തലേ ദിവസം കാണുന്ന ക്രിക്കറ്റ് കളിയെക്കുറിച്ച് നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇങ്ങനെ കിടക്കൽ കിടന്നുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് കിടക്കുക, അത് പാടില്ല. നിങ്ങളെ സംസാരിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് മാറി ദൂരെ പോയി സംസാരിക്കും. പക്ഷേ എന്നെ ഒരു പൊസിഷനിൽ കിടത്തിയിട്ട് നിങ്ങൾ പോയി അതിന് ചുറ്റും നിൽക്കുകയല്ലേ, ഒരാളല്ല ചുറ്റും നിന്നുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ രോഗിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ശരിയല്ലേ? 100% റൈറ്റ്. അതുപോലെ വേറൊരു കുട്ടിയുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ പോസ്റ്ററിൽ നിൽക്കുന്ന പടം വരച്ച് കൊണ്ട് തരും. റൗണ്ട്സിന് നടക്കുമ്പോൾ ഓരോരുത്തരെ പോസ്റ്റർ ചേട്ടൻ അങ്ങോട്ട് നോക്കി തരും. ആ പോസ്റ്റർ ഒരു കൊച്ചുകുട്ടി വരച്ച് കൊണ്ട് തരും. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ദീസ് ആർ ഓൾ റോങ് സ്റ്റെപ്സ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്.
അതായത് അവരെ പരിപാലിക്കാൻ വരുന്ന ഡോക്ടർമാർക്ക് അവരോടുള്ളൊരു ശ്രദ്ധക്കുറവ്, അവരുടെ മാനസികാവസ്ഥ ആ സമയത്ത് എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അന്ന് എനിക്കില്ലാതെ പറ്റി. അതൊക്കെ ഇവർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഓരോ സ്റ്റെപ്പിലും പഠിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഒരു ഡോക്ടറാണെങ്കിൽ ഒരു 60 വയസ്സെങ്കിലും ആവണമെന്ന് പറയും. 60 വയസ്സ് വരെ അദ്ദേഹം ഡോക്ടർ ആവാനുള്ള ശ്രമത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ MBBS കഴിയുമ്പോൾ ഡോക്ടറല്ല, MBBS കഴിയുമ്പോൾ ഡോക്ടർ ഡിഗ്രി കൈ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ സ്റ്റെപ്പിലും നമുക്ക് പറ്റുന്ന തെറ്റുകളും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും മിക്കവാറും സർക്കാർ സർവീസിന് റിട്ടയർ ചെയ്യാനുള്ള സമയമാവും. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു ഡോക്ടർ ആവുള്ളൂ എന്ന് പറയും. അനുഭവമാണ് ഗുരു. അനുഭവമാണ് അത് ഡോക്ടർമാർക്കും ബാധകമാണ്, കൂടുതൽ ബാധകമാണ്. എത്ര തിയറി പഠിച്ചാലും പ്രായോഗിക. നമ്മൾ എപ്പോഴും പറയും ഒരു സർജൻ എന്ന് പറയുന്നത്, ഒരു സർജൻ നമ്മളെപ്പോഴും നല്ല സർജൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഏറ്റവും നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തിയല്ല. നമ്മൾ നല്ല സർജൻ വിശേഷിപ്പിക്കുന്നത് ഒരു രോഗിക്ക് എപ്പോഴും ഓപ്പറേഷൻ ചെയ്യേണ്ട എന്ന് തീരുമാനമെടുക്കാൻ ശക്തമായിട്ട് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു ഡോക്ടറാണ് ഏറ്റവും നല്ല സർജൻ. അല്ലാതെ ഏറ്റവും നല്ല സർജറി ചെയ്യുന്ന വ്യക്തിയല്ല എന്ന് പറയും. ദാറ്റ് ഗീവ്സ് ദി ഐഡിയ. ദാറ്റ്സ് എ സ്പിരിറ്റ്. ഡോക്ടറെ, ഈ ഒരു പരിപാടി കൊണ്ട് ഡോക്ടറെ പരിചയപ്പെടുത്തുക മാത്രമല്ല, ഇന്ന് കേരള സമൂഹത്തിൽ സർവേ വ്യാപിയായിരിക്കുന്നു. ഇപ്പോൾ താങ്കളുടെ ഭാഗത്ത് കണക്കുകളുണ്ടാകാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ. എനിക്ക് തോന്നുന്നു താങ്കൾ തന്നെ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിലുണ്ട്, ഒരു ദിവസം ശരാശരി 100 പേരെങ്കിലും പുതിയ ക്യാൻസർ രോഗികൾ കേരളത്തിലുണ്ടാകുന്നുണ്ട്. 100 പേരെങ്കിലും ഓരോ ദിവസം. അപ്പോൾ അത്ര മാരകമായിട്ട് നമ്മുടെ സമൂഹത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന വലിയൊരു മഹാവിപത്തിനെക്കുറിച്ചുള്ള ഒരു അവബോധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്. അതാണ് ശരിക്കും ആവശ്യം. ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വരുമ്പോഴത്തേക്കും അതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യം. എന്നുവെച്ചാൽ ഇത് ധാരാളം ആൾക്കാർ ഈ പ്രോഗ്രാം കാണും. ഞാൻ വളരെ ക്വിക്കായിട്ട് 3-4 ചോദ്യം ചോദിക്കാം. ക്യാൻസർ പേടിക്കേണ്ട ഒന്നാണോ അല്ലയോ? ഒട്ടുമല്ല. ക്യാൻസർ പേടിക്കേണ്ട അസുഖമേ അല്ല, മറ്റു പല അസുഖങ്ങളെക്കാളും ഭേദപ്പെട്ട അസുഖമാണ്. ഒരു പനി പിടിച്ചാൽ മരിക്കുന്നതിനേക്കാൾ കുറവിലാണോ ആൾക്കാർ ക്യാൻസർ വന്നാൽ മരിക്കുന്നത്? അങ്ങനെയല്ല. പക്ഷേ അതിന് തിരിച്ച് ഞാൻ പറയാം, നമുക്ക് മരിക്കാൻ ക്യാൻസർ വരണമെന്നില്ല, എല്ലാ ക്യാൻസറുകളും മരിക്കുന്നില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു 2.5-3 വർഷത്തോളം മെനക്കെട്ട് ചികിത്സ, ഞാൻ പറഞ്ഞ പോലെ ഈ പാലത്തിൽ കൂടെ കൊണ്ടുപോയി അപ്പുറം കൊണ്ടുവിട്ട ഒരു വ്യക്തി അവസാനം ഒരു കൊച്ചുകുട്ടി മരിക്കുന്നത് തലയിൽ തേങ്ങ വീണിട്ടാണ്. മറ്റൊരു രോഗി ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. ഇതുപോലെ ഇവിടെ FCL ജോലി ചെയ്യുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി ഇതുപോലെ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അസുഖം ചികിത്സിച്ച് ഭേദമായി വിവാഹവും കഴിഞ്ഞ് സുഖമായി ജീവൻ തുടങ്ങുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പെട്ട്, പേപ്പറിലൊക്കെ വലിയ ന്യൂസ് വന്ന് വഴി കിടന്ന്, ആരും കൊണ്ടുപോകാതെ വഴി കിടന്ന് രക്തം വാർന്നു മരിക്കുകയാണ് എന്ന്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിരിഞ്ഞാലോചിച്ചാൽ എവിടെയാണ് ഈ നമ്മൾ പറയുന്ന അർത്ഥം എന്ന് തോന്നുന്നു. ഈ മലയാളിക്ക് ഈ ക്യാൻസർ ഒരു ഒഴിയാബാധയായി വന്നു. മാത്രമല്ല, ഒരു പക്ഷേ ഈ കൂടുതൽ അവബോധമുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിവരമുള്ളതുകൊണ്ടായിരിക്കാം ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയൊരു മാരക പകുതി നോളജ് എന്ന് പറയും. പകുതി നോളജ്. അതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഒരു ഗൾഫിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഫ്ലൈറ്റിന് താഴെ ഇറങ്ങിയപ്പം പതുക്കെ തല കറങ്ങുന്ന പോലെ തോന്നി വന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാച്ചുറലി ഉണ്ടാവുന്നതാണ്. അപ്പോൾ കണ്ണിൽ കുറച്ച് ചുവപ്പ് നിറം വന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പം ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു സിംറ്റം ആണ്. നേരെ വീട്ടിൽ പോലും പോവാതെ നേരെ എയർപോർട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. എനിക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടോ ഇല്ലോ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത് ആ നോളജ് ഉണ്ട്. നോളജ് നമുക്ക് വേണ്ട നോളജ് ഇല്ല, പക്ഷേ ആവശ്യമില്ലാത്ത നോളജ് ധാരാളമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഉള്ളൊരു പ്രശ്നമാണ്. അല്പവിവരം, അല്പജ്ഞാനമാണ് അപകടം. ഇപ്പോൾ മലയാളിക്ക് അല്പജ്ഞാനം കൊണ്ടാണ് ഈ ഭീതി വർദ്ധിച്ചത്. ഭീതി എല്ലായിടത്തും ഉണ്ട്, മലയാളി മാത്രമല്ല, ഭീതി എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ പെട്ടെന്ന് എന്തുകൊണ്ട് ഇത് ഇത്രമാത്രം സർവ്വവ്യാപിയാകുന്നു? അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണോ അതെയോ? അതൊരു ഭാഗമാണ്. ഡോക്ടേഴ്സ് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ്. എന്നുവെച്ചാൽ ഇത്രമാത്രം നമുക്ക്, ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 50 വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ പല മരണകാരണങ്ങളും എന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ലായിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് രോഗി മരിച്ചത് നമുക്കറിയാം. പക്ഷേ ഇന്ന് അങ്ങനെ നമുക്ക് ഒരു കാരണമില്ലാതെ മരിക്കുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അറിയാൻ പറ്റും, വൈ ഇറ്റ് ഹാസ് ഹാപ്പൻ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം എപ്പോഴുണ്ട്, ഡയഗ്നോസ് കൂടുതലുണ്ട്. നമ്മുടെ ജീവിതശൈലി ഈ രോഗത്തെ വല്ലാതെ മൂർച്ഛിപ്പിച്ചു. തീർച്ചയായിട്ടും. അത് അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറാണ്. ബ്രസ്റ്റ് ക്യാൻസറാണ് നമുക്ക് ഫീമെയിൽസിലെ നമ്മുടെ എടുക്കുകയാണെങ്കിൽ 3-1 സ്ത്രീയിൽ നിന്ന് ക്യാൻസറുമായിട്ട് ഒപ്പിയിൽ വരുന്ന സ്ഥാനാർബുദമായിട്ടാണ്. അത് മാത്രമല്ല, നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയാറുള്ള പോലെ തന്നെ താങ്കളുടെ കൂടെ തന്നെ താങ്കളുടെ ഒരു സതീർത്ഥനായിരുന്ന മഹാരാജുണ്ടായിരുന്ന മമ്മൂട്ടി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ജീവിതശൈലി, മലയാളിയുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ചികിത്സയേക്കാൾ കൂടുതൽ നമ്മൾ ഉന്നം വെക്കേണ്ടത്
ആ പ്രിവെൻഷനാണ്. ജീവിത രീതികളിൽ നമുക്ക് ഇവിടെ ശരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് പ്രിവെൻഷനാണ്. നമ്മുടെ കേരളത്തിലെ ചോദിച്ചാണ് പറഞ്ഞത് പ്രിവെൻഷൻ പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ പറയാം അത് എല്ലാ ക്യാൻസറിൻ്റെയും കാര്യം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് നിർത്താമെങ്കിൽ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട നമ്മുടെ ജീവിതശൈലിയും ആഹാര രീതിയും അതുപോലെ തന്നെ നമ്മൾ പറയും ലാക്ക് ഓഫ് എക്സസൈസ്. അതായത് നമുക്ക് ഇന്നിപ്പം എക്സസൈസ് എന്ന സാധനം ഇല്ല നമുക്ക്. അങ്ങനെയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതുപോലെ ക്യാൻസർ പാശ്ചാത്യങ്ങളിൽ ഇതുവരെ വരാൻ കാരണം വെച്ചാൽ അവർക്ക് മറ്റു പല കാരണങ്ങളും അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ആഹാര രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ആഹാര രീതിയിൽ നമ്മൾ അത് അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്യില്ല. നമ്മളതിന് ചീത്ത വശം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് നല്ല വശം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. എന്താ മലയാളിയുടെ ഇപ്പോഴത്തെ ആഹാര രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ഒരു ഭാഗം നമ്മൾ തീർച്ചയായും ആലോചിക്കേണ്ടത് നമ്മുടെ പച്ചക്കറികളും പഴങ്ങളും കീടനാശിനികളും വളങ്ങൾ അതൊക്കെ ഒരു ഭാഗം നിൽക്കുന്നുണ്ട്. കീടനാശിനികൾ അത് മുഴുവൻ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ആഹാരശൈലി വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മളിന്നില്ല. ഞാനതിങ്ങനെ ഇപ്പം തമാശ പറഞ്ഞാൽ നമുക്ക് പിണ്ടിത്തോരനില്ല, നമുക്ക് അവിയലില്ല, നമുക്ക് ചീരത്തോരനില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിരുന്ന പല സാധനങ്ങളും നമ്മൾ അറിയാതെ പണ്ട് കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആ പ്രൊട്ടക്ഷൻ ഒന്നും നമുക്കിന്നില്ല. പക്ഷേ സായിപ്പിനെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സായിപ്പിന് സാലഡ് എന്ന രൂപത്തിൽ ഒരുപാട് സസ്യാഹാരം കഴിക്കും. സാലഡ് എല്ലാവർക്കും ഉണ്ട്. മേശപ്പുറത്ത് ആദ്യമേ സാലഡ് കഴിക്കാതെ സായിപ്പ് മറ്റേ കഴിക്കില്ല. നമുക്ക് സാലഡ് ഇല്ല, നമുക്കുള്ളത് പൊറോട്ടയും ബീഫും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാൻ ഞാനിതുപോലെ കണ്ട തമാശ പറഞ്ഞുതരാം. ഞാനിതുപോലെ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹരിപ്പാട് അടുത്തൊരു പുതിയ കോഫി ഹൗസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു വിസിറ്ററായിരുന്നു അന്നത്തെ പോയ സമയത്ത്. അപ്പോൾ രാവിലെ ഒരു കക്ഷി അദ്ദേഹം ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. മേശപ്പുറത്ത് ബീഫ് കറിയുണ്ട്, പൊറോട്ടയുണ്ട്, ഒരു 4-5 ഐറ്റം ഉണ്ട്. അതൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് കവർ എടുത്തിട്ട് ഓരോരോ ഗുളികയായിട്ട് പുറത്തേക്ക് എടുക്കുക, കഴിക്കാനുള്ള ഗുളികകൾ. മിക്കവാറും ഡയബറ്റീസ് കാണും, മിക്കവാറും പ്രഷർ കാണും. അപ്പോൾ ആ ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം അതിന് മുകളിൽ കഴിക്കുന്ന സാധനം ഇതാണ്. അപ്പോൾ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഇദ്ദേഹം കഴിക്കാൻ പോലും മെനക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അകത്തേക്ക് കൊടുത്തു വിട്ട് ഇതിൻ്റെ അകത്തൊന്ന് മിക്സ് ചെയ്ത് തരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വയം കഴിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ അകത്ത് തന്നെ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ടെൻഡൻസി. മലയാളികളുടേതല്ല, നമ്മൾ മരുന്ന് കഴിക്കാൻ തയ്യാറാണ്. നമുക്ക് ഏത് മരുന്ന് കഴിക്കാനും ഏത് ആശുപത്രിയിൽ പോയാലും നമുക്ക് ചികിത്സിക്കാം. പക്ഷേ നമ്മൾ അതേ സമയത്ത് നമുക്ക് പ്രിവെൻഷൻ പ്രൊട്ടക്ഷൻ നമുക്കില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെയുള്ള ഡോക്ടർമാരെല്ലാം പ്രിവെൻഷനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ചികിത്സയിലും മറ്റുള്ള കാര്യങ്ങളിലും. ഒരുപക്ഷെ വരുമാനം അതിൽ നിന്നായതുകൊണ്ടായിരിക്കും. അതൊരു ഭാഗമായിരിക്കാം. പക്ഷെ അതൊക്കെ ഇനി നമ്മൾ പറയുമ്പോൾ ഓരോ കഥകൾ ഓർമ്മ വരും. ഒരിക്കൽ ഒരു നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി ഉണ്ടല്ലോ, ഒരിക്കൽ പന്തളത്തെ ഒരു ഡയബറ്റോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു WHO പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രോജക്റ്റ് സ്കൂൾ കുട്ടികളിൽ ഡയബറ്റീസിൻ്റെ സാധ്യതകളും അവരുടെ മാതാപിതാക്കളെ ഇതിനെക്കുറിച്ചുള്ള അവബോധത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ സ്വന്തമായി പ്രസംഗിച്ചു. എനിക്ക് തോന്നുന്നത് ഈ ഡോക്ടർക്ക് വട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ആകെ അന്താളിച്ച് നിൽക്കുകയാണ്, എന്താണ് സംഭവം എന്നറിയില്ല. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം സ്വയം കുഴി തോണ്ടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ ആയത്. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ ഭാഗം മാത്രമേ വന്നുള്ളൂ. പക്ഷെ നമുക്ക് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മേഖലയിലേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു നമ്മളെ ഒരു പ്രോപ്പർ ലൈനിൽ കൂടെ കൊണ്ടുപോകുന്നില്ല. പഠിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്നില്ല. അത് നമ്മളെ പ്രിവെൻറ്റീവ് മെഡിസിൻ നമ്മുടെ സബ്ജക്റ്റ് ഉണ്ട്, പരീക്ഷ പാസ്സാൻ വേണ്ടി മാത്രമുള്ളതാണ്. യഥാർത്ഥത്തിൽ സാധാരണ എല്ലാ വ്യക്തികളുടെയും കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് എങ്ങനെയാണ് ഒരു രോഗത്തെ പ്രതിരോധിക്കുക. അത് മാത്രമല്ല, ഇതുപോലെ തന്നെ നമുക്ക് പബ്ലിക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നമ്മളിന്ന് സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന നമ്മുടെ 2ാം ലോകമായിട്ട് എന്ത് സംഭവിച്ചെന്ന് പഠിക്കുന്നതിന് പകരം നമുക്ക് ഹൗ ടു പ്രൊട്ടക്ട് യുവർ ഹെൽത്ത് നമ്മൾ പഠിപ്പിക്കുന്നില്ല. മലയാളി പെട്ടെന്ന് ഒരൊറ്റ ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ, ഡോക്ടർക്ക് അങ്ങനെ കറക്റ്റായിട്ട് കട്ടൻട്രി ആയിട്ട് പറയാൻ പറ്റണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു മാതൃക കൊടുക്കാൻ വേണ്ടി മലയാളി ഉപേക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഒരു രോഗത്തെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലയാളി തൻ്റെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തേണ്ട. ഭക്ഷണത്തിന് മുമ്പ് മലയാളി ഉപേക്ഷിക്കേണ്ട 2 സാധനം, ഒന്ന് പുകയിലെയും മദ്യപാനമാണ്. 2 ഇത് രണ്ടും മലയാളി പുരുഷന്മാർ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വരുന്ന ക്യാൻസറിൽ ഒരു 45 മുതൽ 50% വരെ ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കും. വ്യക്തമായി. പുരുഷന്മാർ സ്ത്രീകളുടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, നമുക്ക് ആഹാര നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കൊഴുപ്പും കാലറിയുമുള്ള ആഹാരം ധാരാളം കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ക്യാൻസറുകളുടെ ലിസ്റ്റ് നമുക്കുണ്ട്. ഈ സ്തനാർബുദം ഇത്രത്തോളം പടർന്നു പിടിക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് പടർന്നു പിടിക്കാനുള്ള കാരണം ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ ജീവിതശൈലിയും, രണ്ടാമത്തേത് ഞാൻ പറയും വിത്തിൻ ബ്രാക്കറ്റ്സ് ഇടാൻ പറയും, ഒരു പക്ഷേ നമ്മൾ അറിയാതെ കഴിക്കുന്ന പല ഹോർമോണുകളാണ്.
കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പണ്ട് നമ്മുടെ പ്രായപൂർത്തിയാവുന്ന സ്ത്രീകൾ വരുന്നത്, അതായത് മെനാർക്കി അച്ചീവ് ചെയ്യുന്നു. നമുക്ക് അന്ന് 13 വയസ്സ് 14 വയസ്സ് 15 വയസ്സ് അപ്പുറമേ ഉള്ളൂ. ഇന്ന് നമുക്ക് 10 വയസ്സ് 12 വയസ്സിന് മുമ്പ് തന്നെ ദേ ആർ ഓൾറെഡി മെച്ചുവേർഡ്. അതായത് അവരെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഹോർമോണുകളൊക്കെ അടിച്ചു കയറ്റുന്ന ഭക്ഷണപദാർത്ഥങ്ങളും അതെന്നും പക്ഷെ നമുക്ക് വ്യക്തമായ കണക്കിലൂടെ പറയാൻ നേരത്തെ പറഞ്ഞാൽ സാധിക്കില്ല. പക്ഷേ എന്നാലും ഇറ്റ് മസ്റ്റ് ബി പ്ലേയിങ് എ റോൾ. ഓക്കെ, ഇനി ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ എന്ത് മാറ്റമാണ് താങ്കൾ? ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ നമുക്ക് തീർച്ചയായും നമ്മൾ ബാക്കി പ്രശ്നങ്ങളുണ്ടെങ്കിലും കൂടുതൽ ബി എ വെജിറ്റേറിയൻ, സസ്യാഹാരത്തെ കഴിക്കാം. പക്ഷേ ഡോക്ടർ ഈ സസ്യാഹാരമൊക്കെ ഇങ്ങനെ മറുവശം പറയാം, രാസവളത്തിലും കീടനാശിനിയും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ആ അനക്ഡോട്ട് ഇട്ടുകൊണ്ട് തന്നെ പറഞ്ഞു തരാം. അതുണ്ടെങ്കിൽ പോലും അതിലുപരി ദാറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ്. മാങ്ങയൊക്കെ പഴിപ്പിക്കുന്നതിന് രാസവസ്തു പിടിക്കണം. നമുക്ക് അത് തീർച്ചയായും എൻഫോഴ്സ് ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ കിടക്കുന്നതാണ്. തീർച്ചയായും നമുക്ക് നമ്മുടെ നാട്ടിലെ എൻഫോഴ്സ്മെൻറ്റ് രീതികളെക്കുറിച്ച് നമുക്കെല്ലാം വ്യക്തമായ ധാരണയുണ്ട്. അങ്ങനെ ഇരിക്കെ എൻഫോഴ്സ്മെൻ്റ് ഒന്നും പ്രത്യേകിച്ച് ബാക്കി നമുക്ക് ചില ടിപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കും. സാധാരണ ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഈ പഴങ്ങളും പച്ചക്കറികളും വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും തൂക്കം കൂടിയതും ഏറ്റവും മാംസളമായ പഴവും പച്ചക്കറിയും വാങ്ങിക്കരുതെന്ന് പറയും. ഞാൻ കുറച്ചും കൂടെ തമാശയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറേ നേരം ഒരു പച്ചക്കറി കടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പച്ചക്കറി കടക്കാരൻ കുറേ സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയും. ചെറിയ വെണ്ടയ്ക്ക അപ്പോൾ നമുക്ക് പറയും നമുക്ക് പൈസ പോലും ചിലവാക്കാതെ വേണം അത് എടുത്തുകൊണ്ട് പോരാന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മളെപ്പോഴും പോയി നമ്മൾ വാങ്ങിക്കുന്ന ഏറ്റവും നല്ല പഴം, ഏറ്റവും നല്ല. അപ്പോൾ അത് പറഞ്ഞ പോലെ ഈച്ച വന്നിരിക്കുന്ന പഴം മേടിക്കണം എന്ന് പറയും. ശരിയാണ്. ഒരു ഈച്ചയോ പുഴോ ഇല്ലാതെ ഉണ്ടാകുന്ന സാധനത്തിൽ തീർച്ചയായും മനുഷ്യന് കീടനാശിനി മുഖ്യതായിരിക്കും. അപ്പോൾ ഇനിയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ ഉപദേശപ്രകാരം നിങ്ങൾ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ പച്ചക്കറി കടക്കാരൻ വലിച്ചെറിയുന്ന പച്ചക്കറി വാങ്ങുക. 2 ഈച്ച ആർക്കുന്ന പഴം. അതെ, അതിന് ഈച്ച ആർക്കുന്ന പഴം. മറുവശം പറഞ്ഞു കൊടുക്കാൻ നല്ലത് ഈച്ച ആർക്കാത്ത പഴം കഴിയുന്നത് വാങ്ങിക്കാതിരിക്കും. കുറച്ചുകൂടി ആ സൈഡായിരിക്കും കുറച്ചും കൂടെ നമ്മൾ പറയുന്നത്. ഒരു വിവാദത്തിലേക്ക് പോകുന്നത് അതല്ല. അപ്പോൾ അതൊരു ഭാഗം അതിൻ്റെ അകത്ത്. രണ്ടാമത്തെ നമ്മളെ പറയുന്ന നമ്മൾ കഴിക്കുന്ന ഈ പിള്ളേരുടെ സാധനങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ, നമ്മുടെ ഫാസ്റ്റ് ഫുഡ്സ് പലതും, അതെല്ലാം ഹൈ ഫാറ്റ് ഹൈ കാലറി ഡയറ്റ്സ് ആണ്. ഹൈ ഫാറ്റ് ഹൈ കാലറി വിത്ത് മെനി ഓഫ് ദി അപ്പിറ്റൈസേഴ്സ്. അതായത് നമുക്ക് വിശപ്പ് കിട്ടാൻ വേണ്ടിയും നമുക്ക് കിട്ടുന്ന പല കളറിങ് ഏജൻസ് എല്ലാം ചേർത്ത സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ സ്നാക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം സർവ്വവ്യാപിയായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ ഫാസ്റ്റ് ഫുഡ് കൗണ്ടേഴ്സ് വന്നു. പിന്നെ പാക്ഡ് ഐറ്റംസ്, ചിപ്സുകൾ, KFC അതുപോലെയുള്ള സംഭവങ്ങൾ, പിന്നെ കോക്ക്, പെപ്സി. താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും നല്ലതല്ല എന്നാണ്? ഇതൊന്നും നമുക്ക് നോട്ട് ഗുഡാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഒരു ദിവസം പോയി ഒരു പെപ്സി കുടിച്ചു എന്നുള്ള പ്രശ്നമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതായത് വെള്ളം കുടിക്കുന്നവരെ പെപ്സി കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതുപോലത്തെ സാധനങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഞങ്ങളുടെ ജനറേഷൻ ഞാൻ പറയാൻ കാരണം. നമ്മളാരും ഇപ്പോൾ ഒരു പോയി പഫ്സ് കഴിച്ചുകൊണ്ട് പ്രശ്നം എന്ന് പറയുന്നത് 4 കഷ്ണം ഉപ്പേരി കഴിച്ചുകൊണ്ട് പ്രശ്നം അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലപ്പോഴും ഒന്നും കഴിക്കാം. ഉദാഹരണം ബീഫും മട്ടനൊക്കെ വേണമെങ്കിൽ വല്ലപ്പോഴും കഴിക്കാം. അത് നമ്മുടെ മെയിൻ ഫുഡ് അതാകാൻ പാടില്ല. താങ്കൾ ഹരിപ്പാട് കണ്ട പോലെ രാവിലെ തന്നെ ഈ പരിപാടി തുടങ്ങണ്ട, അതല്ലേ ഉദ്ദേശിച്ചത്? അതെ. ഡോക്ടർ ഇതൊക്കെ കഴിക്കുമോ? ഞാൻ എല്ലാം കഴിക്കും. പക്ഷെ ഞാൻ ബീഫും കഴിക്കും. പക്ഷെ കഴിക്കാൻ ഇപ്പം എനിക്ക് ഇഷ്ടമൊന്നുമില്ല. കഴിക്കും, പക്ഷേ നോട്ട് ബിയോണ്ട് എ ലിമിറ്റ്. ഞാനിപ്പോൾ എനിക്കൊന്നും അറിയാൻ വേണ്ടി എത്ര ദിവസം ഒരു മാസം എത്ര പ്രാവശ്യം ഇപ്പം ഞാൻ കഴിക്കാറില്ല. ഞാൻ അന്ന് ഇവരുടെയൊക്കെ പ്രായത്തിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിക്കും. ബിക്കോസ് അന്നൊക്കെ നമുക്ക് ഇത് ത്രില്ലായിരുന്നു, ഈ പറഞ്ഞ പോലെ തന്നെ ത്രില്ലായിരുന്നു പോയി കഴിക്കാന്നുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വൺസ് ഇൻ എ വൈൽ വല്ലപ്പോഴും കമ്പനി അടിച്ച് ആഴ്ച തന്നെ കഴിക്കില്ല.